ഇന്ത്യൻ റെയിൽവേയുടെ കില്ലാടി ട്രെയിനുകളുടെ പേരുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വൃത്തിയില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിലും സുരക്ഷയില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിലും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് വിവേക് എക്സ്പ്രസ് ആണെങ്കിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുന്നത് ഈ ഒരു ട്രെയിൻ ആണ് കേട്ടോ. ഇത് ധൻബാദ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഇന്ത്യൻ റെയിൽവേ ഒരു പുരസ്കാരം തന്നെ കൊടുക്കേണ്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ ദീർഘദൂര യാത്രകൾ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റായി അറിയിക്കണേ. അത്തരം അനുഭവങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. കാരണം യാത്രക്കാർക്ക് വൃത്തി, സുരക്ഷ, നല്ല യാത്ര, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത് ട്രെയിൻ നമ്പർ 13352 ധൻബാദ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആലപ്പുഴയിൽ നിന്നും രാവിലെ 6 മണിക്ക് ആരംഭിച്ച് ചേർത്തല, എറണാകുളം ജംഗ്ഷൻ, ആലുവ, തൃശ്ശൂർ, പാലക്കാട് ജംഗ്ഷൻ വഴി 2530 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം രാവിലെ 10:50 കൂടി ജാർഖണ്ഡിലെ ധൻബാദ് ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 13351 ആയിട്ട് എല്ലാ ദിവസവും രാവിലെ 11:35 ധൻബാദിൽ നിന്നും ആരംഭിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:15 കൂടി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളത് 3 എണ്ണമാണ്. ട്രെയിനിന്റെ മുൻഭാഗത്ത് 2ഉം പിൻഭാഗത്ത് 1ഉം. സ്ലീപ്പർ കോച്ചസ് 6 എണ്ണം ഉണ്ട്. അത് S1 മുതൽ S6 വരെയാണ്. AC കോച്ചസ് മൊത്തത്തിൽ 9 എണ്ണം ഉണ്ട്. അതിൽ തേർഡ് AC 6 എണ്ണം ഉണ്ട്. B1 മുതൽ B6 വരെയാണ് തേർഡ് AC. സെക്കൻഡ് AC വരുന്നത് 2 എണ്ണം. അത് A1ഉം A2 ആണ്. പിന്നെ ഫസ്റ്റ് AC ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് H1 ആണ്. മിക്ക ട്രെയിനുകളിലും H1 എന്നും കാണാൻ സാധിക്കും ഫസ്റ്റ് AC, HA1 എന്നും കാണാൻ സാധിക്കും കേട്ടോ. ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ആലപ്പുഴയിൽ നിന്നും നമ്മുടെ ധൻബാദ് ജംഗ്ഷൻ വരെ ജനറലിന് 530 രൂപയും സ്ലീപ്പറിന് 880 രൂപയും തേർഡ് ACക്ക് 2300 രൂപയും സെക്കൻഡ് ACക്ക് 3340 രൂപയും ഫസ്റ്റ് ACക്ക് 5670 രൂപയുമാണ്. ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം.